ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനെ എന്ത് രസമായിട്ടാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നതെന്ന് അറിയുമോ? കാരണം ഈ വിവാഹത്തിനെ പറ്റി പറയുന്ന കിതാബിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. എപ്പോഴാണെന്നറിയോ? അവൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവളെ നോക്കിയിട്ട് അവളുടെ ഭർത്താവ് ഇങ്ങനെ പറയാണ്, പടച്ചോനെ, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്നവളാണ്, എൻ്റെ എല്ലാ രീതിയിലും എനിക്കൊപ്പം നിന്ന, എല്ലാ രീതിയിലും ഞാൻ ഇവളാൽ തൃപ്തനാണ് എന്നൊരു ഭർത്താവ് പറഞ്ഞാൽ പിന്നെ അവൾ സ്വർഗത്തിലാണ്. അതിൽ വേറൊരു ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല, അവൾ സ്വർഗത്തിലാണ്. ഇനി ഒരു പുരുഷൻ്റെ കാര്യം ഇതിലും രസമാണ്. കാരണം ഇമാമിയങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാകുന്നുണ്ട്. അതിലൊരു ഇമാമ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവരുടെ ആദ്യത്തെ 7 ദിവസം അഥവാ മധുവിധുനാൾ, 7 ദിവസത്തിൽ ഒരു ഭർത്താവ് തൊട്ടടുത്ത് നടക്കുന്ന ജമാഅത്തിനും അല്ലെങ്കിൽ മറ്റ് ജനാസ നിസ്കാരങ്ങൾക്കും പങ്കെടുക്കേണ്ടതില്ല എന്നൊരു ഇമാമ് വാദിക്കുന്നു. മറ്റൊരു ഇമാം അതിനെ എതിർത്ത് പറയുന്നുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ ഇമാമ് അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ജമാഅത്ത് പോലും ഒഴിവാക്കിയിട്ട് അവളുടെ കൂടെ നിൽക്കാം എന്ന ഇമാമ് പറയാൻ കാരണം, നാളിതുവരെ കാണാത്ത, ആരെന്ന് പോലും അറിയാത്തൊരു പുരുഷൻ്റെ കൂടെ അവൾക്ക് ഏറ്റവും കംഫർട്ടായിരുന്ന അവളുടെ വീടും അവളുടെ വാപ്പായെയും ഉമ്മായെയും സഹോദരങ്ങളെയും അവളുടെ നാടുമൊക്കെ വിട്ടിട്ട് ഇതുവരെ കാണാത്ത ഒരു പുതിയ വീട്ടിലേക്ക് പോകുന്ന പെണ്ണാണ്. അപ്പോൾ അവളുടെ ആദ്യത്തെ ഒരു 7 ദിവസത്തോളം അവൾക്ക് ഒരു രീതിയിലും അവൾക്ക് അവിടെ ഒരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഭർത്താവ് അവളുടെ ഉമ്മയാകണം, വാപ്പയാകണം, അവൾക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളാകണം, ഏത് രീതിയിലും അവൾക്ക് ആ പുതിയ വീട് കംഫേർട്ട് ആകണം എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ടായതുകൊണ്ട്. ഒരു പക്ഷേ ഈ ഡൈവോഴ്സ് റേറ്റുകളൊക്കെ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം പറഞ്ഞു തരുന്ന വളരെ സിമ്പിളായിട്ടുള്ള രസകരമായ ടിപ്സൊക്കെ പാലിച്ചാൽ എന്ത് രസമായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ.